നമസ്കാരം. കഴിഞ്ഞൊരു വീഡിയോയിൽ നാം LP സ്കൂൾ ടീച്ചറിന്റെ മാത്സിന്റെ ആദ്യ ഭാഗ ചില ക്വസ്റ്റ്യങ്ങൾ കണ്ടിരുന്നു. ഇന്ന് നാം കാണുന്നത് 40/2025 ക്വസ്റ്റ്യൻ പേപ്പർ കോഡിലെ ഓൺലൈൻ എക്സാമിന്റെ LP സ്കൂൾ ടീച്ചറിന്റെ രണ്ടാമത്തെ മാത്സ് ഭാഗമാണ്. ചില ചോദ്യങ്ങൾ നമ്മുടെ SSC മാതൃകയിൽ വന്ന ചോദ്യങ്ങൾ കൂടിയാണ്. അപ്പൊ ചോദ്യം മുഴുവനായി കാണാൻ ശ്രമിക്കുക. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചോദ്യപേപ്പറിൽ മാത്രം കണ്ടുവരാനുള്ള ചോദ്യമാണിത്. AB² into M is equal to 2AB plus 5B the whole square minus 2AB minus 5B the whole square. കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോവും, പക്ഷെ അത്രയൊന്നുമില്ല. ഞാൻ ഇതിനെ ജസ്റ്റ് കയറി X എന്നും ഇതിനെ Y എന്നും വിളിച്ചാൽ ഇത് X plus Y the whole square minus X minus Y the whole square ആയി മാറി. അതായത് നമ്മൾ A plus B the whole square minus A minus B the whole square equal to 4AB എന്ന് പഠിക്കൂലേ, അതേ സെയിം റിസൾട്ട് തന്നെയാണ് ഇവിടെ അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ എക്സിന് പകരം എന്ത് വരും? 2AB വരും, വൈക്ക് പകരം 5B വരും. അപ്പൊ ഇവിടെ ഇതിനെ കൊണ്ടൊന്ന് റീപ്ലേസ് ചെയ്താലോ? 4 into 2AB into 5B. നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 4 2 8 8 5 40 40 into A into B square. ഇതാണ് അവർ തന്നിരിക്കുന്നത്. AB²M AB²M. ഇതിൽ നിന്ന് AB², ഇത് രണ്ടും സെയിം ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പുറം ഇപ്പുറം സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും വെട്ടിപ്പോവും. AB² പോയി ബാക്കി M is equal to 40. ശരിയായ ഉത്തരം M is equal to 40 ആണ്, ഓപ്ഷൻ ഡി. ഇവിടെ കണ്ടിട്ട് ഇതും സെയിം അല്ലേന്ന് വിചാരിച്ച് കളയരുത്. ഇവിടെ ഒരു നെഗറ്റീവ് കൂടെ ഉണ്ട്. നമ്മൾ ഓൺലൈൻ ആയതാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. ഇവിടെ ഒരു നെഗറ്റീവ് -40 ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആൻസർ 40 ആണ്. അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇത് പൊതുവിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചോദ്യ പേപ്പറിൽ മാത്രമാണ് കണ്ടു വന്നിട്ടുള്ളത്. ഒരു കരാറുകാരന് ഒരു നിശ്ചിത എണ്ണം തൊഴിലാളികളെ ഉപയോഗിച്ച് 9 ദിവസം കൊണ്ട് ഒരു ജോലി തീർക്കാൻ കഴിയും. എന്നാൽ 6 തൊഴിലാളികൾ ആദ്യ ദിവസം വന്നില്ല. ബാക്കിയുള്ള തൊഴിലാളികൾക്ക് ആ ജോലി 15 ദിവസത്തിൽ പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ യഥാർത്ഥത്തിൽ എത്ര തൊഴിലാളികളാണ് വേണ്ടിയിരുന്നത്? നമുക്കിവിടെ 9 ദിവസം X തൊഴിലാളികളാണ് ആകെ വേണ്ടതെന്ന് എടുത്താൽ 9X ആണ് ആകെ ജോലി. 9 ദിവസം ഇൻറ്റു X തൊഴിലാളികൾ, ആകെ ജോലി 9X എന്ന് കിട്ടും. 6 തൊഴിലാളികൾ ആദ്യ ദിവസം വന്നില്ല, അപ്പോൾ Xൽ നിന്ന് 6 വന്നില്ല. ഇത്ര തൊഴിലാളികളെ വച്ചുകൊണ്ട് 15 ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ 9X is equal to 15XA minus 90. ഈ 15X ഇപ്പുറം വരുമ്പോൾ -6X is equal to -90 എന്ന് വരും. ഇതിൽ നിന്ന് X is equal to 90/6 15. അപ്പൊ ആകെ ഉണ്ടായിരുന്ന തൊഴിലാളികളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 15 ആണ്. ഇനി അടുത്ത ചോദ്യം. അനിൽ ജംഷാദിൽ നിന്നും 2 വർഷത്തേക്ക് 6% സാധാരണ പലിശയ്ക്ക് 12,000 രൂപ കടം വാങ്ങി. ഈ തുക 6 വർഷം വാർഷിക കൂട്ടുപലിശയ്ക്ക് കടം വാങ്ങിയിരുന്നുവെങ്കിൽ പലിശ ഇനത്തിൽ എത്ര തുക അധികം നൽകേണ്ടി വരും? ഇതൊന്ന് വളച്ച് ചോദിച്ചതേ ഉള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എത്ര? അതായത് കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള വ്യത്യാസം 2 വർഷത്തേക്കാണെങ്കിൽ ഇതിനൊരു ഷോർട്ട് കട്ട് ഉണ്ടല്ലോ, T into R/100 the whole square. ഇവിടെ T എന്ന് പറയുന്നത് പ്രിൻസിപ്പലാണ്, അതായത് നമ്മൾ കട എടുത്ത തുക 12,000 ഇൻറ്റു R റേറ്റ് 6/100 സ്ക്വയർ. ഞാൻ എനിക്ക് കൂടെ ഗുണിച്ചങ്ങ് എഴുതി, ഗുണിച്ചെഴുതിയാലും തെറ്റില്ലല്ലോ. 2 0 വെട്ടി, 1 0 കൂടെ വെട്ടിക്കളഞ്ഞു. അടുത്ത ഈ 10 കൊണ്ട് വെട്ടരുത്, എങ്കിൽ പിന്നെ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാവും. 12 6 72, 72 6 432 കിട്ടും. അപ്പൊ 432/10 ചെയ്യുമ്പോൾ നമുക്ക് 43.2 രൂപ എന്ന് കിട്ടും. 43.2 രൂപ. ഇതിന്റെ ഒറിജിനൽ മെത്തേഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്തേണ്ടി വരും, പിന്നെ കൂട്ട് പലിശ കണ്ടുപിടിച്ച് ഇത് രണ്ടിനെയും കൂടെ വ്യത്യാസം എടുത്ത് കുറയ്ക്കേണ്ടി വരും. അതിനേക്കാൾ എളുപ്പമാണ് ഈ ഷോർട്ട് കട്ട് എന്ന് മനസ്സിലാക്കുക. അടുത്ത് 7 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഇരുമ്പ് ഗോളം ഉരുക്കി 0.2 സെന്റിമീറ്റർ വ്യാസമുള്ള ഒരു കമ്പിയാക്കി മാറ്റുന്നു. കമ്പിയുടെ നീളം എത്ര? ഒരു ഗോളം സ്പിയറിനെ ഉരുക്കി ഒരു കമ്പിയാക്കി മാറ്റുമ്പോൾ ഇത് ഏതാണ്ട് ഒരു സിലിണ്ടറിന്റെ ഫോമിലോട്ട് വരും. അപ്പോ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഗോളത്തെ ഉരുക്കി കമ്പിയാക്കുമ്പോൾ
ഇതിന്റെ വ്യാപ്തത്തിന് എന്തെങ്കിലും വ്യത്യാസം വരും? ഇല്ല. അപ്പോ ഗോളത്തിന്റെ വ്യാപ്തം 4/3 പൈ r ക്യൂബ് ആണ്. ഇത് രണ്ടും തുല്യമായിരിക്കും. ഇതും ഈ ഉരുക്കി മാറ്റുന്ന കമ്പിയാക്കി മാറ്റുന്ന സിലിണ്ടറിന്റെ വ്യാപ്തവും തുല്യമായിരിക്കും. ഈ 6 കൂടെ വെട്ടിക്കളയരുത്, കാരണം ഇത് രണ്ടും വ്യത്യാസമാണ്. ഇവിടെ 7 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്, ഇവിടെ 0.2 സെന്റിമീറ്റർ വ്യാസമാണ്. ഇതൊന്ന് അടിയിൽ വരച്ച് വെച്ചിരിക്കുക. ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഇവിടെ R1 എന്നും ഇതിനെ R2 എന്നും വിളിക്കാം. അപ്പോൾ പയ്യും കൂടെ ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് വേണ്ടത് h ആണ്. h എടുക്കുമ്പോഴത്തേക്കും 4/3 ഇൻറ്റു R1 ക്യൂബ് ഡിവൈഡഡ് ബൈ R2 സ്ക്വയർ എന്ന് വരും. അപ്പോൾ 4/3 ഇൻറ്റു R1ന്റെ ക്യൂബ് 7 സെന്റിമീറ്റർ ആണ് ഗോളത്തിന്റെ ആരം. അപ്പൊ 7ന്റെ ക്യൂബ് ഡിവൈഡഡ് ബൈ, ഇവിടെ 0.2ന്റെ സ്ക്വയർ എടുക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാ? വ്യാസം ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. ഡയമീറ്റർ എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തിലോട്ട് മാറ്റണം? ആരത്തിലോട്ട് മാറ്റണം, റേഡിയസിലോട്ട് മാറ്റണം. റേഡിയസിലോട്ട് മാറ്റണമെങ്കിൽ by2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 0.2ന്റെ പകുതി 0.1, 0.1ന്റെ സ്ക്വയർ. 0.1ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 0.01 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 4/3 343 ഇൻറ്റു 4/3. ഇവിടെ 0.01 നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതിനെ വേണമെങ്കിൽ നമുക്ക് 10⁻⁻2 എന്ന് എഴുതാം. കാരണം 1/100 എഴുതിയിരിക്കുന്നു. 1/100 ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് മുകളിൽ പോയി എന്താവും? 100 ആയിട്ട് മാറും. ഇത് നമ്മൾ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ക്യാൻസൽ ആയി പോയിട്ട് 343 ഇൻറ്റു 4/3 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 457 സംതിങ് വരും. 457.33 ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ 457.33 ഈ റേഞ്ചിലോട്ട് വരും. ഇതെന്താണ്? സെന്റിമീറ്റർ ആണ്. വീണ്ടും സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റണമെങ്കിൽ 2 പോയിന്റ് പുറകോട്ട് മാറ്റണം. 1, 2 ചെയ്യുമ്പോൾ നമുക്ക് 457.33 എന്ന് കിട്ടും. ഇവിടെ സെന്റിമീറ്റർ നമ്മൾ ആദ്യമേ ഈ ഓപ്ഷൻ നോക്കി മീറ്ററിലോട്ട് മാറ്റിയിരുന്നെങ്കിൽ ഇവിടെ വച്ച് തന്നെ ഒരു 100 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്ത് കളയായിരുന്നു. എങ്കിൽ ഈ 100ഉം കൂടി നമുക്ക് ക്യാൻസൽ ചെയ്യാമായിരുന്നു. അങ്ങനെ പോകുമ്പോഴത്തേക്കും അവിടെ നിന്ന് തന്നെ 457.33 മീറ്റർ എന്ന് കിട്ടും. 457.33 മീറ്റർ ആണ് അതിന്റെ ശരിയായ ഉത്തരം. അവസാന ചോദ്യം, 33 മീറ്റർ തുണി വിൽക്കുന്നതിലൂടെ ഒരു വസ്ത്ര വ്യാപാരിക്ക് 3 മീറ്റർ തുണിയുടെ വിൽപ്പന വിലയ്ക്ക് തുല്യമായ തുക നഷ്ടം വരുന്നു. അയാളുടെ ലാഭ ഓർ നഷ്ടം ശതമാനം എത്ര? ഇങ്ങനെ ചോദ്യം വരുമ്പോഴത്തേക്കും നമുക്കൊരിക്കലും വിൽപ്പന വിലയിലല്ല നമ്മൾ ലാഭമോ നഷ്ടമോ കണ്ടെത്തേണ്ടത്. എന്നാൽ ക്വസ്റ്റ്യൻ തെറ്റല്ല. ഇവിടെ നമ്മളത് ഷോർട്ട് കട്ടിലൂടെ കണ്ടെത്തിയാൽ മതി. നഷ്ടം എത്രയാണ് നോക്കിക്കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ നിങ്ങൾ എന്ത് നഷ്ടപ്പെട്ടോ അത് എഴുതുക, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എഴുതുമ്പോഴത്തേക്കും വിൽപ്പന വിലയ്ക്ക് സെല്ലിംഗ് പ്രൈസിലാണ് തരുന്നതെങ്കിൽ തന്നിരിക്കുന്ന തുണി, എത്ര തുണിയുണ്ടോ 33 മീറ്റർ തുണി അതെടുക്കുക. 33 + 3 ഇത് രണ്ടും കൂടെ കൂട്ടി വയ്ക്കുക. ഇൻറ്റു 100 ചെയ്താൽ മതി. ഇത് ചെയ്യുമ്പോഴത്തേക്കും 3/36 ഇൻറ്റു 100 1/12 ഇൻറ്റു 100. 100നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 1/3% നഷ്ടം. ഇവിടെ നഷ്ടമാണ് തന്നിരിക്കുന്നത്. അപ്പൊ 8 3/1% നഷ്ടമാണ് സംഭവിക്കുക. ഇത് ഷോർട്ട് കട്ട് ചെയ്താൽ മതി. വിൽപ്പന വിലയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്കും തന്നിരിക്കുന്ന രണ്ടും കൂടെ കൂട്ടി വെച്ചാൽ മതി. ഡിനോമിനേറ്റർ 33 + 3, മുകളിൽ തന്നിരിക്കുന്ന എത്രയാണോ 3 മീറ്റർ ആ നഷ്ടം സംഭവിച്ചത് 3/33 + 3 ഇൻറ്റു 100 ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 8 3/1% നഷ്ടമെന്ന് കിട്ടും. ഇതാണ് ഈ ചോദ്യപേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും. അത് ഈ ചോദ്യം ഒന്ന് മാറ്റിയിട്ട് പഠിക്കുക. ഇനി വരുന്ന പരീക്ഷകൾക്കും ഇതിൽ നിന്നുള്ള ചോദ്യം നമുക്ക് കിട്ടാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.